സൂര്യ, ആ ഡോക്യുമെന്റ്സ് കിട്ടിയപ്പോ അവർക്ക് എന്നെ വന്ന് കാണണം തോന്നിയല്ലോ. ഭരത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചപ്പോ അതാ ശരിയെന്ന് തോന്നിയിട്ടുണ്ടാവും. അതായിരിക്കും വന്നത്. ഭാവന, ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയട്ടെ. എന്താ? താൻ പലർക്കും ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളുടെ പ്രതിഫലവ അപ്രതീക്ഷിതമായി വന്ന ഈ സൗഭാഗ്യം. സത്യം പറഞ്ഞാൽ തന്റെ നല്ല പ്രവൃത്തികൾക്ക് ദൈവം തന്ന പാരിതോഷികം. അതിന് എനിക്കല്ലല്ലോ സൂര്യ, അമ്മയ്ക്കല്ലേ കിട്ടിയത്. ആന്റിയിലൂടെ അങ്ങനൊരു സൗഭാഗ്യം എല്ലാ മക്കൾക്കും വന്നില്ലേ? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും തനിക്ക് കിട്ടിയില്ല. സൂര്യ, എനിക്കിനി എത്രയൊക്കെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായാലും എനിക്കൊന്നും തോന്നില്ല. ജോലിയിൽ നിന്നും പിരിഞ്ഞ ശേഷം എല്ലാ മാസവും എന്റെ അക്കൗണ്ടിലേക്ക് സൂര്യ അയക്കുന്ന ക്യാഷിനേക്കാളും വലുതല്ല എനിക്ക് മറ്റൊന്നും. സൂര്യ അയക്കുന്ന ആ ക്യാഷിന് ഈ പറഞ്ഞ കോടികളെക്കാളും മൂല്യമുണ്ട്. അതുകൊണ്ട് സൂര്യയിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഈ ഭാഗ്യം എന്നും ഉണ്ടാവണം. കാശിന്റെ മൂല്യത്തിലല്ല, സൂര്യയുടെ സ്നേഹമായിട്ടാ ഞാനതിനെ കാണുന്നത്. സൂര്യ, സിന്ദൂരം. കുഴപ്പമില്ല, കുളിക്കാൻ പോവല്ലേ? ആ മോളെ. അമ്മേ, ചിന്തേ. അമ്മേ, ഭരത്തും ഭാമയും കൂടി ഇവിടെ വന്നിരുന്നു. അതെന്താ? അതെന്തേ രണ്ടുപേരും കൂടെ വന്നേ? കാര്യമുണ്ടമ്മേ. മോഹനൻ മാമൻ ആധാരവും മറ്റും ഭരതന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഭൂതം പൊന്നു കാക്കുന്നത് പോലെ ഇനി അവർക്കത് സൂക്ഷിക്കാനാവില്ലെന്നും പറഞ്ഞിട്ടാ ആധാരം കൊടുത്തതെന്ന് പറഞ്ഞു. ഇനിയിപ്പോ അത് കൈ വെച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ലെന്ന് അവന് മനസ്സിലായി. ഇവിടെ കോടതി നിയമമൊക്കെ ഉള്ളതല്ലേ. അതൊക്കെ ശരിയാമ്മേ, എന്നാലും അവർക്കത് കൊണ്ട് കൊടുക്കാൻ തോന്നിയല്ലോ. അമ്മേ, ആധാരം എന്നെ ഏൽപ്പിക്കാനാ ഭരത്തും ഭാമയും കൂടി ഇങ്ങോട്ട് വന്നത്. അത് നന്നായി. അവർക്ക് അങ്ങനെ ഒരു സൽബുദ്ധി തോന്നിയല്ലോ. ഞാനത് വാങ്ങിയില്ല അമ്മേ. എന്തേ? ഈ പിള്ളേരത് എവിടെങ്കിലും കൊണ്ടേ കളയില്ലേ? അവര് നേരെ അങ്ങോട്ടാ വരുന്നേ അമ്മേ. ആ ആധാരം സൂക്ഷിക്കേണ്ടത് ഞാനല്ല, അമ്മയാ. എല്ലാവർക്കും സമ്മതവും അമ്മയുടെ കയ്യിൽ ഇരിക്കുന്നതായിരിക്കും. വേണ്ടായിരുന്നു മക്കളെ, അത് നിന്റെ കയ്യിൽ തന്നെ ഇരുന്നാ മതിയായിരുന്നു. അമ്മേ, അമ്മ ഇത് വാങ്ങി ഭദ്രമായിട്ട് വെക്ക്. ഇനിയിപ്പൊ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? അമ്മേ, മുത്തശ്ശൻ രണ്ടു പക്ഷം കാണിച്ച തെറ്റായി പോയിന്ന് ഞാൻ പറയൂ. അമ്മയെ പോലെ തന്നെ മുത്തശ്ശന്റെ മകനാണല്ലോ മോഹനൻ മാമനും. അപ്പൊ പിന്നെ അമ്മയുടെ മാത്രം പേരിൽ ആ വസ്തു വാങ്ങിയിട്ടത് അത്ര ശരിയായില്ല. ഇത് കൊള്ളാം. ഇതിപ്പോ നീ എന്റെ അച്ഛനെ കുറ്റപ്പെടുത്തുകയാണോ? ഇല്ലമ്മേ, ഞാനെന്റെ മനസ്സിൽ തോന്നിയ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. എന്തുകൊണ്ടാ മുത്തശ്ശൻ അങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും മനസാക്ഷി എന്നൊന്നുണ്ടല്ലോ. എന്റെ അഭിപ്രായത്തില് എന്തെങ്കിലും ഒരു വിഹിതം അവർക്കും കൊടുക്കണമേ. ഇതിനൊന്നും ഞാൻ എതിരല്ല. ആ വസ്തുവിന്റെ പേരില് എനിക്കിപ്പോ ഉള്ള സമാധാനം പോകാതിരുന്നാ മാത്രം മതി. അമ്മയും ഞാനും മാത്രം ഇങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ എന്താ വേണ്ടേന്ന് വെച്ചാൽ നീ ആലോചിച്ചിട്ട് നിന്റെ സഹോദരങ്ങളോട് പറഞ്ഞാ മതി. ഭരത്തിന് ഇതേ അഭിപ്രായം തന്നെയാ. പക്ഷെ അമ്മ, ഭാമ ചോദിച്ചത് ഇങ്ങനെ കൊടുക്കണോന്നാ. ഈ പെണ്ണിന് ഇതെന്തിന്റെ കേടാ? ഇവക്ക് പണം കാണാൻ കണ്ണു മഞ്ഞളിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു. നീ ഭാമ പറയുന്നൊന്നും കാര്യമാക്കല്ലേ. എന്താ വേണ്ടേന്ന് വെച്ചാ നീ ആലോചിച്ച് ചെയ്. ശരി അമ്മേ. ശരി മക്കളെ.